ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു സന്തോഷകരമായ കാര്യം പറയാനാണ്. മലയാളത്തിൻ്റെ പ്രിയ നടൻ മെഗാസ്റ്റാർ ബഹുമാന്യനായ മമ്മൂട്ടിയുടെ ജന്മദിനമാണിന്ന്. അദ്ദേഹത്തിന് ആശംസകൾ നേരുകയാണ്. ഞാൻ പറയാൻ വരുന്ന കാര്യം, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ ഒരേ ഒരു കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ വലിയ മമ്മൂട്ടി ഫാനാണ്, ഞാൻ ലാലേട്ടൻ ഫാനുമാണ്. അപ്പം അങ്ങനൊരു അഭിപ്രായ വ്യത്യാസം ചെറുതായിട്ട് ഞങ്ങൾ തമ്മിലുണ്ട്. അച്ഛൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്നെ മമ്മൂട്ടിയുടെ പടങ്ങൾ കൊണ്ട് കാണിക്കാറുണ്ടായിരുന്നു. ധാരാളമായി എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പടം തന്നെ 3-4 തവണയൊക്കെ കൊണ്ട് കാണിക്കുമായിരുന്നു. അങ്ങനെയാണ് കോട്ടയം കുഞ്ഞച്ചൻ, അതുപോലെ സ്നേഹമുള്ള സിംഹം, CBI ഡയറി കുറിപ്പ്, അതേപോലെ അഥർവം, വടക്കൻ വീരഗാഥ, അമരം എന്നൊക്കെയുള്ള പടങ്ങൾ, ഒത്തിരി പടങ്ങളുണ്ട്. അതൊക്കെ ഒന്നിലധികം തവണ ഞങ്ങളെ കൊണ്ട് കാണിച്ച പടമാണ്. എനിക്ക് തോന്നുന്നു ഈ കോട്ടയം കുഞ്ഞച്ചനൊക്കെ 4 തവണ മറ്റ് കാണിച്ചതാണ്. ഒരു 12-13 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു. ആ സമയത്ത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ അച്ഛന് വലിയൊരു ആരാധന മമ്മൂട്ടിയോടുണ്ട്. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എപ്പോഴുമുണ്ട്. മമ്മൂട്ടിയുടെ പടങ്ങൾ മാത്രമേ അച്ഛൻ കാണുകയുള്ളൂ. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ലാലേട്ടനോട് അച്ഛനെ പറ്റി ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ അച്ഛന് മോഹൻലാലുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വരുന്ന ഒരു സന്തോഷകരമായ കാര്യം, എൻ്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച, എൻ്റെ അച്ഛൻ ഒരുപാട് കാലമായി സിനിമകൾ കണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന മമ്മൂക്കയെ ഇന്ന് നേരിട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അച്ഛനോട് ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കാപ്പ് കുടിക്കാൻ അവർ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനെ മമ്മൂക്കയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം ഒന്ന് കാത്തിരിക്കണം. നമുക്ക് മമ്മൂക്കയെ കാണാം. കണ്ടിട്ട് അച്ഛൻ എങ്ങനെയാണ് മമ്മൂക്കയെ കാണുമ്പോഴുള്ള അച്ഛൻ്റെ ഭാവമാറ്റം എന്നൊക്കെ നോക്കാം. കാരണം അച്ഛൻ വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹം ഇന്നൊന്ന് സാധിക്കാൻ പോവുകയാണ്. അച്ഛനിപ്പോൾ കാറിലേക്ക് വന്ന് കയറുകയാണ്. അപ്പോൾ നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കാണാം. പിന്നെ അത് മധുരരാജയാ. അങ്ങനെ ഞങ്ങൾ മമ്മൂക്കയെ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ഒരുപാട് സമയം അച്ഛനുമായിട്ട് സംസാരിച്ചു. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അച്ഛൻ പഴയ RMB ആണ്, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷ്യൻ, പഴയ വൈദ്യരാണ്. മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മരുന്നുണ്ടാക്കുന്നതൊക്കെ അച്ഛൻ തന്നെ നിർത്തി. അതേക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ പറയാം. അപ്പോൾ അതല്ലല്ലോ വിഷയം. അപ്പോൾ അങ്ങനെ ഭയങ്കര നല്ലതായിട്ടാണ് അദ്ദേഹം ബിഹേവ് ചെയ്തത്. അപ്പോൾ അമ്മയുടെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ഭയങ്കര ദേഷ്യക്കാരനാണ്, വലിയ ഫ്ലെക്സിബിൾ ഒന്നും അല്ല എന്നൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അങ്ങനെ ഒരു പേടിയിലാണ് ചെന്നത്. എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അമ്മയൊക്കെ ഞെട്ടി. കാരണം അത്രയും നേരം കാര്യം പറഞ്ഞു. എൻ്റെ മോനെയൊക്കെ അദ്ദേഹം ഒരുപാട് നേരം മോനോട് സംസാരിച്ചു, അച്ഛനോട് സംസാരിച്ചു, എല്ലാവരോടും സംസാരിച്ചു. എന്നിട്ട് ഇറങ്ങിപ്പോകാൻ നേരം അച്ഛനോട് പറഞ്ഞു പെട്ടെന്ന് ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി, പെട്ടെന്ന് നല്ല ഉന്മേഷവാനായിട്ട് വരണം എന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബാംഗം നമ്മളോട് ഇടപെടുന്ന രീതിയിലാണ് മമ്മൂക്ക ഇടപെട്ടത്. ഒരുപാട് സന്തോഷമുണ്ട്. മമ്മൂക്കായ്ക്ക് ഹൃദയത്തിൽ തൊട്ടുള്ള 1000 ജന്മദിന ആശംസകൾ നേരുന്നു. അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാച്ചൻ്റെ ആരാധന പുരുഷൻ? പറ. കുഴപ്പമില്ലെന്നേ ഉള്ളോ? കുഴപ്പമില്ല, നല്ലൊരു മനുഷ്യനാ അദ്ദേഹം. സ്നേഹിക്കാൻ കൊള്ളാവുന്ന ആളാ. അമ്മയുടെ തെറ്റിദ്ധാരണ മാറിയല്ലോ അല്ലേ? അപ്പം എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് മമ്മൂക്കായ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ജന്മദിനാശംസകൾ നേരുന്നു.